യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടിയുള്ള ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ-3 ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വൈകുന്നേരം 4:04-നായിരുന്നു വിക്ഷേപണം. ഇന്നലെ നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം കൗണ്ട് ഡൗൺ അവസാനിക്കാൻ 43 മിനിറ്റും 50 സെക്കൻഡ് ബാക്കി നിൽക്കെ മാറ്റിവെച്ചിരുന്നു. സൗരപര്യവേക്ഷണത്തിനായാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ 2 പേടകങ്ങളെ ഒരേ സമയം ISRO വിക്ഷേപിച്ചത്. 4, 3, 2, 1, 0. Normal. Majestic liftoff of the PSLV C-59 Proba-3 mission from the Satish Dhawan Space Center. വാനോളം അഭിമാനമാണ് ബഹിരാകാശ രംഗത്ത് ISRO തങ്കലിപികളാൽ എഴുതി ചേർത്തത്. ചരിത്രത്തിലേക്കാണ് പ്രോബ-3 കുതിച്ചുയർന്നത്. ISROയുടെ കൊമേഴ്ഷ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചാണ് പ്രോബ-3 ദൗത്യം നയിച്ചത്. സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണയെക്കുറിച്ച് പഠിക്കുകയാണ് പ്രോബ-3യിലെ 2 കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം. നിശ്ചിത ഉയരത്തിൽ ഒരു പേടകത്തിന് മുന്നിൽ മറ്റൊരു പേടകം വരുന്ന തരത്തിൽ പ്രത്യേകമായി വിന്യസിക്കപ്പെടുന്ന കൊറോണാഗ്രാഫും ഒക്യുൽറ്ററും ബഹിരാകാശത്ത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ചാണ് സൂര്യനെക്കുറിച്ച് പഠിക്കുക. പ്രോബ-3 ഇന്നലെ വിക്ഷേപിക്കാനായിരുന്നു ISROയും ESAയും ആദ്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ദൗത്യത്തിലെ 2 കൃത്രിമ ഉപഗ്രഹങ്ങളിലൊന്നിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് അവസാന മണിക്കൂറിൽ വിക്ഷേപണം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. കൗണ്ട് ഡൗൺ അവസാനിക്കാൻ 43 മിനിറ്റും 50 സെക്കൻഡും മാത്രം ബാക്കി നിൽക്കെയാണ് വിക്ഷേപണം നീട്ടുന്നതായി യൂറോപ്യൻ സ്പേസ് ഏജൻസി അറിയിച്ചത്. ഒരു ദിനം വൈകിയാണെങ്കിലും ഉപഗ്രഹങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കിയതിനു ശേഷമായിരുന്നു സമയം പുനഃക്രമീകരിച്ച് വിജയകരമായി വിക്ഷേപിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.